ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് നിങ്ങളെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു പ്രമാണിയെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രമാണി എന്ന് പറയുമ്പോൾ ആരായിരിക്കും എന്നായിരിക്കും. ആദ്യം നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പോൾ ആരാണ് ആ പ്രമാണി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇയാളുടെ പേര് ഖാദർ എന്നാണ്. ഇയാളുടെ പേരും ഖാദറാണ്. എൻ്റെ ശത്രുക്കളെല്ലാവരും ഖാദർ എന്നായതുകൊണ്ട് ഒരു സമാധാനം. ആർക്കിട്ട് കുത്തിയാലും എല്ലാവർക്കും കൂടി കൊള്ളുമല്ലോ സമാധാനം. ഇയാളുടെ മെയിൻ പരിപാടി എന്താണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ നല്ല ബിസിനസ്സുകാരനാണല്ലോ. ഖത്തറിലടക്കം രാജ്യങ്ങളിലടക്കം ഒരുപാട് ബിസിനസ് സംരംഭങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊന്നും അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളൊന്നും കാണാത്ത മറ്റൊരു മുഖം ഈ വ്യക്തിക്കുണ്ട്. അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ഇയാളുടെ ഒരു ഹോബിയാണ്. അങ്ങനെ ഇയാൾ ഒരുപാട് കേസിൽ പെട്ടിട്ടുണ്ട്, ഒക്കെ അവിടുന്ന് കേസിലായിട്ടുണ്ട്. പക്ഷെ ഒരു കേസിൽ മൂപ്പരൊന്നും ശരിക്കും ലോക്കായി. അതായത് കണ്ണൂരുള്ള ഒരു യുവതിയുമായുള്ള ഒരു ചാറ്റിങ്ങിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഇയാൾ അങ്ങ് ലോക്കായി. കൂടാതെ ഇയാളെ കയ്യിൽ നിന്ന് കണ്ടമാനം പൈസ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടമാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ കടകടകടാച്ചിട്ട് 10ഉം 15ഉം 1ഉം 2ഉം 3ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പോകും. എങ്ങനെയാണ് ഇയാൾ ഇതുപോലത്തെ കേസുകളിൽ പെടുന്നത്, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇതുപോലെ പെൺകുട്ടികളെ നോട്ട് ചെയ്യുന്നത് എന്നുള്ളത്? ഇയാളെ സഹായിക്കുന്നത് ആരാണ്? ഇതൊക്കെ ഒരു സംശയം. ഇയാളെ സഹായിക്കുന്നവന്റെ പേരാണ് ഹാഷിം പടിഞ്ഞാർ, അല്ലെങ്കിൽ ഹാഷിം CK എന്ന് പറയും. ഇപ്പോൾ ഖത്തറിലാണുള്ളത്. ഇയാളെ എങ്ങനെയാണ് ഇതുപോലെ പെൺകുട്ടികളെ കണ്ടെത്തുന്നത് വെച്ചാൽ, താഴെ തട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ, ഇനിയിപ്പോൾ വീട് ജപ്തിക്കായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിരിക്കട്ടെ, ഇങ്ങനെല്ലാം പെടുന്ന വ്യക്തികളെ ഈ വ്യക്തി തെരഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറയും, ഞാൻ കാണാൻ കൊള്ളാവുന്ന കേട്ടോ, അവിടെ ഒരു നോട്ടിങ് ഉണ്ട്, കാണാൻ കൊള്ളാവുന്ന. എന്നിട്ട് പറയും ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു 5 ലക്ഷം റുപ്യൻ്റെ ഒക്കെ കടമാണെങ്കിൽ 1.5 ലക്ഷം രൂപ ആദ്യം കൊടുക്കും. എന്നിട്ട് ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ മൂപ്പര് തനി കോണം മൂപ്പര് പുറത്തെടുക്കും. എന്നിട്ട് പറയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഇനി എങ്ങാനും ആ കൂട്ടര് അതിന് വില്ലിങ് ആയില്ലെങ്കിൽ ഇയാളെ സഹായിക്കൂല. അങ്ങനെ ഒരു ഇയാളറിയാലോ. അപ്പോൾ ഇത് തന്നെ ഇതെന്തര സംഭവം. ഇയാൾ നീ ഒന്ന് ഇപ്പോൾ നാട്ടിലുണ്ടാ അല്ലെങ്കിൽ ഖത്തറിലുള്ള എന്ന് ഒന്ന് അറിയോ? അയാളെ പോരെ നിനക്കറിയോ? എന്തിനുള്ള പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഇല്ല ഒരു നമ്മളെ ഒരു ചങ്ങ അറിയുന്ന നമുക്കൊരു നാട്ടിൽ തന്നെ ഒരാൾ മരിച്ചിട്ട് 3 കൊല്ലം എന്താ ഇപ്പോൾ. അപ്പോൾ ഭയങ്കര കഷ്ടത്തിലുണ്ടായി. 3 മക്കളായിട്ട്. അങ്ങനെ മറ്റേ AB കുട്ടിയാണല്ലേ, ഓന് ഓരോ വീഡിയോയിലെടുത്തിട്ട് ഇങ്ങനെ ഹെൽപ്പാക്കിയിട്ട് ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോയിലെടുത്തിട്ടുണ്ടായിന്. അത് ഒരു പേരെ ലോൺ എടുത്തിട്ടുണ്ടായിന് 7 ലക്ഷം റുപ്യ. അത് ലോൺ കിട്ടാണെന്നുണ്ടായിന്. അതിൻ്റെ പിന്നെ കുറേ ബഡ്ഡി ഇതെല്ലാമായിട്ട് ഓന് മരിച്ച സമയത്ത് ഓള് കെട്ടാൻ കഴിഞ്ഞിട്ടാനിപ്പോൾ. അങ്ങനെ ലാസ്റ്റ് എന്തു വഴിയില്ലാതിരിക്കുമ്പോൾ മറ്റേ ഇതെടുത്ത വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഈ ആൾ വന്നിട്ട് പറഞ്ഞല്ലോ ആകെ ഓളെ അക്കൗണ്ടിലേക്ക് എത്ര 4000 റുപ്യ എന്താ കയറിയിട്ടുണ്ടായിന് ആകെ. അപ്പം എന്നെ ഇയാൾ വന്നിട്ട് പറഞ്ഞല്ലോ അത് ഞാൻ ക്ലിയർ ആക്കാം, ഞാൻ കെട്ടാം, പിന്നെ ഇത് ഇനി ഇതിൻ്റെ പിരിവ് നടത്തണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഓളെന്താക്കി ആ അക്കൗണ്ട് തന്നെ ക്ലോസ് ആക്കി അല്ല ശരിയായിരുന്നു അതിന് വിട്ട്. അങ്ങനെ ഇപ്പോൾ ഇയാൾ 1.5 കൊല്ലമായിട്ട് 1,40,000 റുപ്യ ഇയാളെ കെട്ടിയിരുന്നു. അയാൾ ഒറ്റയടിക്ക് ക്ലിയർ ആക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കെട്ടാത്തത് കുറേ മാസങ്ങളായി കെട്ടാത്തത്. അപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടല്ലോ ഇൻട്രസ്റ്റ് പോലും അടിച്ചിട്ടെങ്ങോ. പിന്നെ ഇപ്പോൾ എത്രപ്പാ അതിൽ 7 ലക്ഷം റുപ്യ എന്തോ അടിക്കാനുണ്ടല്ലോ ഇൻട്രസ്റ്റായി. അതിൽ ഇൻട്രസ്റ്റ് എങ്ങനെ ആയിട്ട് ഇത് എന്താ പറയുക. ഞങ്ങൾക്കിപ്പോൾ വിളിച്ചിട്ടുണ്ടായിട്ടോ അവള്. ഓറ് പറഞ്ഞ എന്താ പറയുക, ബാങ്കിൽ നിന്ന് അതിൻ്റെ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ അവരോട് ഇത് പറഞ്ഞിട്ട് നാളേക്ക് 15,000 റുപ്യ കെട്ടാൻ പറഞ്ഞല്ലോ. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഓറ് ജപ്തിയാക്കുമെന്ന് പറഞ്ഞല്ലോ. ജപ്തി നോട്ടീസ് എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ബേജാറ് പറഞ്ഞതുകൊണ്ട് നാളെ ഒരു ദിവസം ടൈം കൊടുത്തിന്. പിന്നെ ശനി ഞായറും ഇതല്ല, ലീവല്ല. അപ്പോൾ തിങ്കളാഴ്ച ജപ്തി നടപടി ഞങ്ങൾ സ്വീകരിക്കും. 15,000 റുപ്യ ഇത് നാളെ കെട്ടണമെന്ന് പറഞ്ഞിട്ട് പോയിനല്ലോ. അതിനോട് ബേജാറ് പറഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് വകുപ്പുള്ള നീ നിൻ്റെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് കോൺടാക്ട് ആക്കിയിട്ട് ഇങ്ങനെ സംഭവം ഫാമിലി ഇതുപോലെ ഒരു സങ്കടത്തിൽ പെട്ടിട്ട് ആ ഒരു വോയിസും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഫോണ് തന്നെ എടുക്കൂല ആ വ്യക്തി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാകണം ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. നിങ്ങളുടെ നാട്ടില് ഈ വ്യക്തി ഇങ്ങനെ നടന്നു കളിക്കുമ്പോൾ വിചാരിക്കും ഓ എന്തൊരു മാന്യത ഉള്ള ഒരു വ്യക്തി, പണക്കാരൻ, നല്ല ഹാപ്പി ജീവിതം. അല്ല, ഇത് എന്താ പറയുക. ഞങ്ങൾക്കിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള്. ഓറ് പറഞ്ഞ എന്താ പറയുക, ബാങ്കിൽ നിന്ന് അതിൻ്റെ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ ഇത് അവരോട് ഇത് പറഞ്ഞിട്ട് നാളേക്ക് 15,000 റുപ്യ കെട്ടാൻ പറഞ്ഞല്ലോ. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ജപ്തിയാക്കുമെന്ന് പറഞ്ഞല്ലോ. ജപ്തി നോട്ടീസ്
എല്ലാവരുടെ കയ്യിലുണ്ടായില്ല. അങ്ങനെ ഒരു ബേജാറ് പറഞ്ഞതുകൊണ്ട് ഒരു കൂട്ടുകാർ നാളെ ഒരു ദിവസം മുംബൈയിൽ ടൈം കൊടുത്തിന്. പിന്നെ ശനി ഞായറും ഇതല്ല, ലീവല്ല. അപ്പൊ തിങ്കളാഴ്ച ജപ്തി നടപടി ഞങ്ങൾ സ്വീകരിക്കും. 15,000 ഇത് നാളെ കെട്ടണമെന്ന് പറഞ്ഞിട്ട് പോയിനല്ലോ. ഞങ്ങൾ ബേജാറ് പറഞ്ഞു, ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായി. ഇപ്പൊ എന്ത് വകുപ്പുള്ള നീ നിന്റെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് കോണ്ടാക്ട് ആക്കിയിട്ട് ഇങ്ങനെ സംഭവം പറയോ. ഇതുപോലെയുള്ള പല പല തെളിവുകളും നിങ്ങളുടെ നാട്ടിലെ കാസർഗോഡ് ജില്ലയിൽ വെള്ളയും വിട്ട് നടക്കുന്ന പല പകൽ മാന്യന്മാരെയും തുറന്നു കാട്ടുന്ന വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പൊ കാത്തിരിക്കുക. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ്. ഇനിയുള്ള വലിയൊരു ഒരെണ്ണം ഇനി വരാനിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ.